നമസ്കാരം, അമൃതാണ്. കിഷ്കിന്ദ കാണ്ഡം കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ, റൈറ്റർ ബാഹുൽ രമേശ്, സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ബാഹുൽ രമേശ്. ഈ രണ്ട് പേര് കൂടാതെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദ്, ഗംഭീരം. പിന്നെ സിനിമാറ്റോഗ്രഫി, അതും ബാഹുൽ രമേശ്. സോ അയാളാണ് ഈ സംഭവത്തിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട്. ആർട്ട് ഡയറക്ഷൻ സജീഷ് താമരശ്ശേരി എന്ന് പറയുമ്പോൾ കാടുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കണം. എഡിറ്റിംഗ് സൂരജ് എസ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമ കാണാൻ പോണ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ 900 കണ്ടി എന്നാന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിങ്ങനെ കാടിൻ്റെ പശ്ചാത്തലം, അതുപോലെ പ്രകൃതി സംരക്ഷണമായിട്ടൊക്കെ കണക്ട് ചെയ്തുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഏതാണ്ട് അതുപോലത്തെ ഒരു കണ്ടന്റ് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. കാരണം ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത്തരത്തിലൊക്കെ ഉള്ളൊരു ഓവറോൾ എഫക്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഒരു മിസ്റ്ററി അൺവെയിൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഇന്റർവെല് വരെ ഇങ്ങനെ വളരെ സ്ലോ പേസിലാണ് ഈ മൂവി പോണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പെട്ടെന്ന് വരുന്നില്ല, എന്നാൽ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻഡിങ് പാർട്ടിലായിരിക്കും അത് അൺവെയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തുടക്കം മുതൽ തന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആൻഡ് സ്റ്റോറി അത് കൺസീവ് ചെയ്തിരിക്കുന്ന ആള് എത്രത്തോളം ആ സിനിമയെ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടൊരു സിനിമയെ അവർ സങ്കല്പിച്ച് കാണുമല്ലോ, അത് അദ്ദേഹം സങ്കല്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടറും അതുപോലെ കൺസീവ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു മാനസിക പൊരുത്തം കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും അത് ആ രീതിയിൽ, ആ ലെവലിൽ അതിനെ കൺസീവ് ചെയ്തിരുന്നു. സിനിമാറ്റോഗ്രഫിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഇതെല്ലാം ഒരാൾ ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരാളുടെ മനസ്സിലായിരിക്കുമല്ലോ ഈ ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് കിട്ടിയത്, അത് ഡെവലപ്പ് ചെയ്തതും ഒരാളായിരിക്കും. അതായത് അതിന്റെ സ്റ്റോറി ഉണ്ടാക്കിയ ആളായിരിക്കും. പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന ആള് ഇതിനകത്ത് വന്നു ചേരുന്ന ഒരാളായിരിക്കും. ബാക്കിയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും ഇതിനകത്ത് വന്നു ചേരുന്ന ഒരാൾ. അതായത് ഈ കാസ്റ്റ് ആൻഡ് ക്രൂ ഈ ഒരു കോണ്ടന്റിനെ കംപ്ലീറ്റ് ആയിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സിനിമയിൽ നമ്മൾ ഉടനീളം കാണുന്നത്. ഇന്റർവെല്ലിൽ എത്തുമ്പോഴാണ് നമുക്ക് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയുടെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ ഈ ചില സീനുകൾ, ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ പോലും നമുക്കിങ്ങനെ രോമാഞ്ചം വരും. പക്ഷേ ഈ സിനിമ അങ്ങനെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിലായിട്ട് അരിച്ചു കയറുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. വളരെ സബ്റ്റിലായിട്ട് ആ മ്യൂസിക്കും എല്ലാം കൂടെ അങ്ങനെ വന്നിങ്ങനെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്ന തരത്തിലുള്ള ഒരു വികാരമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ കൈയടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര വൗ ഫാക്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പച്ചയായ ഒരു ജീവിതത്തിന്റെ ചില സിറ്റുവേഷൻസിലൂടെയും കുറെ മാനസികമായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ഒരു അസുഖത്തിൻ്റെതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗിയുടെ മാനസികാവസ്ഥ, അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അതെല്ലാം സ്പോയിലറായി പോകും. അപ്പൊ ഇതിലൊക്കെ കൂടെ ഒളിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് മിസ്റ്ററീസിലോട്ട് നമ്മളിങ്ങനെ പ്രേക്ഷകന് ആ സിനിമ അങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവസാനം ഈ സിനിമ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് സിനിമയുടെ ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ, അതിനകത്തുള്ള അഭിനയിച്ചിരിക്കുന്ന ഓരോരോ വ്യക്തികൾ, ആസിഫ് അലി ആയിരുന്നാലും അപർണ ബാലമുരളി ആയിരുന്നാലും, 3 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട്, വിജയരാഘവനായിരുന്നാലും, പിന്നെ ഇതിനകത്ത് വന്ന് കയറുന്ന കുറച്ച് കഥാപാത്രങ്ങളായിരുന്നാലും, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ആ കഥയെ, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇതായിരിക്കണം എന്നുള്ള രീതിയിൽ അവർ എത്രത്തോളം ഈ സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഒരു 100% റിസൾട്ട് അത് ഓഡിയൻസിന് കിട്ടുകയാണ് ഈ സിനിമയിലൂടെ. വളരെ സബ്റ്റിലായിട്ട് കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ നടക്കുന്ന കുറേ സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവ വികാസങ്ങളും എല്ലാം കൂടെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മളങ്ങനെ ആസ്വദിപ്പിച്ച് സിനിമ കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പീക്ക് പോയിന്റ്. ആ സന്ദർഭം ഇപ്പോഴും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല. അതാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കിൽ, പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ്, പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. മുജീബ് എന്ന് പറയുന്ന അദ്ദേഹം, ഇയാൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വല്ലാത്ത മാസ്മരികമായിട്ടുള്ള സംഗീതം. ഇത് ശരിക്കും നമ്മൾ ഈ ജെയിംസ് ഹോർണർ അതുപോലെ ഹാൻസ് സിമ്മറൊക്കെ ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ ഇയാൾ പിടിച്ചിരിക്കുകയാണ്. ഒരു അത്ഭുത പ്രതിഭാസം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതെല്ലാം അങ്ങനെ വൈഡ് ആംഗിൾ ലെൻസിലൂടെ അങ്ങനെ കാണുമ്പോൾ ഉള്ള അത് സ്ലോ മോയിൽ ഇങ്ങനെ ഒരു സ്ലോലി നമ്മളിലേക്ക് അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ അപ്പീലുണ്ടല്ലോ, അത് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഓരോരോ ടെക്നിക്കൽ ഏരിയയും വർക്ക് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. മലയാള സിനിമ മാറുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മലയാള സിനിമയ്ക്കകത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് പല ഡയറക്ടേഴ്സും എടുത്തു തുടങ്ങി. പല റൈറ്റേഴ്സും അത്തരത്തിലുള്ള കോണ്ടന്റ്സിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും ഒരു വലിയ മാറ്റം തന്നെയാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട്, വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്തു ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്ലാസ് പ്രോഡക്റ്റ്
അതിന് ബഡ്ജറ്റിൻ്റേതായിട്ടുള്ള പരിമിതികൾ നമുക്ക് അതിനകത്ത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ക ഇൻ്റർനാഷണൽ സ്റ്റഫാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് സിനിമയെക്കുറിച്ച് ഇനി പറഞ്ഞ് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് ഞാൻ IMDbയിൽ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. ഇനി ഏത് സിനിമ കാണണമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം ഈ 3 സിനിമകൾ ഞാൻ മസ്റ്റായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു. അതായത് കൊണ്ടൽ, ARM ടോവിനോടത്, അതുപോലെ ഈ ഒരു സിനിമ. ഇത് 3ആയിരുന്നു എൻ്റെ ഓണം സെലക്ഷൻസ്. പിന്നെ ഇനി പറ്റിയാൽ അടുത്ത 1-2 സിനിമകളും കൂടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, കുടുംബമായിട്ട് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, കുട്ടികളെയും കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 സിനിമകളിൽ ഓണത്തിന് ഏതോ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം 3 സിനിമകളും ഡിഫറെൻറ്റ് ജോണറാണ്. അത് 3 സിനിമകളും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുള്ള സിനിമയാണ്. പിന്നെ കൊച്ചു കുട്ടികളുമായിട്ടൊക്കെ കാണാൻ 3D ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അജയൻ്റെ 2ാം മോഷണമായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. പിന്നെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ കടലിൻ്റെ മക്കളുടെ റിയാലിറ്റിയാണ് ആ സിനിമ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സിനിമ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു കോണ്ടൻ്റാണ്. അത് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് അങ്ങനെ കഥ അങ്ങനെ ആവാഹിച്ചുള്ളിലേക്ക് എത്തുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.